നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം മഴക്കാടുകൾ മനുഷ്യന് ഉപകാരപ്രദമാകുന്ന ഒന്നാണ്. അതിൻ്റെ ചില വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഭൂമിയിലെ ഓക്സിജൻ്റെ അളവ് നിലനിർത്തുന്നതിൽ മഴക്കാടുകൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. സസ്യങ്ങളിലെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി പുറത്തുവരുന്ന ഓക്സിജൻ ജീവജാലങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നു. 1 ഏക്കർ മഴക്കാട്ടിൽ നിന്നും 11 ടണ്ണിലധികം ഓക്സിജനാണ് പുറന്തള്ളപ്പെടുന്നത്. ഇത് എല്ലാ ജീവജാലങ്ങൾക്കും ഏറെ പ്രയോജനകരമാണ്. മനുഷ്യർ ഇന്ന് കൃഷി ചെയ്യുന്ന പല വിളകളും കായ്കനികളും മഴക്കാടുകളിലുണ്ടായവയാണ്. വാഴ, പൈനാപ്പിൾ, കാപ്പി, കുരുമുളക്, തെങ്ങ്, ഇഞ്ചി, വാനില തുടങ്ങിയവ അവയിൽ ചിലതു മാത്രം. കാട്ടിലുണ്ടായ ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യർ പല പരീക്ഷണങ്ങൾക്കും ഒടുവിൽ കൂടുതൽ ഭക്ഷ്യയോഗ്യമാക്കി മാറ്റി. മഴക്കാടുകളിലെ 80,000-ത്തിലധികം സസ്യങ്ങളിൽ നിന്നാണ് ഇന്നുപയോഗിക്കുന്ന പല പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും ഇന്ന് മനുഷ്യൻ വളർത്തിയെടുത്തത്. വനങ്ങളിലുണ്ടായ ആദ്യത്തെ ഏത്തപ്പഴത്തിന്, വാഴപ്പഴത്തിന് നിറയെ കുരു ഉണ്ടായിരുന്നു. പിന്നീട് നടത്തിയ പരീക്ഷണങ്ങൾക്കൊടുവിൽ അത് ഇന്നത്തെ രൂപത്തിൽ എത്തിച്ചു. പ്രധാന നാണ്യവിളയായ റബ്ബറിൻ്റെ വരവും മഴക്കാട്ടിൽ നിന്നു തന്നെയാണ്. ബ്രസീലിലെ മഴക്കാടുകളിലാണ് റബ്ബർ ആദ്യമായി കണ്ടെത്തിയത്. മനുഷ്യചരിത്രത്തിലെ നാഴികക്കല്ലായ ആ കണ്ടുപിടുത്തം പക്ഷേ ബ്രസീലിലെ ഗോത്രവർഗക്കാരുടെ കഷ്ടകാലത്തിൻ്റെ തുടക്കമായി മാറുകയായിരുന്നു. വ്യവസായവൽക്കരണത്തിൻ്റെ സമയത്ത് റബ്ബറിൻ്റെ ആവശ്യം കൂടിയപ്പോൾ ബ്രിട്ടീഷുകാർ ബ്രസീലിലേക്ക് കുടിയേറുകയും ഗോത്രവർഗക്കാരെ ചൂഷണം ചെയ്യുകയും ചെയ്തു. അത് അവരുടെ എണ്ണം ഗണ്യമായി കുറയുന്നതിന് കാരണമായി. പതുക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും റബ്ബർ കൃഷി ചെയ്യുവാനും തുടങ്ങി. ഇതുപോലെ തന്നെ മഴക്കാടുകളുടെ സംഭാവനകൾ ഇതുമാത്രം കൊണ്ട് തീരുന്നില്ല. മൃഗങ്ങളുടെ എണ്ണം പെരുകാതെ പ്രകൃതിയെ ബാലൻസ് ചെയ്ത് നിലനിർത്തുന്നത് മഴക്കാടുകളാണ്. രോഗങ്ങൾ ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നത് മഴക്കാടുകളാണ്. ഇതുകൂടാതെ ജലം കെട്ടിനിൽക്കാത്ത മണ്ണിൻ്റെ ഘടന ജലജന്യ രോഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു. ഇതിനൊക്കെ പുറമെ പലതരം ഔഷധ സസ്യങ്ങളുടെ കലവറ കൂടിയാണ് മഴക്കാടുകൾ. മഴക്കാടുകളിലെ പർവ്വതങ്ങളും അപൂർവമായ ജൈവ വൈവിധ്യത്തിൻ്റെ ശേഖരമാണ്. ഇത്തരം പർവ്വതങ്ങൾ നിറഞ്ഞ മഴക്കാടുകളാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ. ഇവിടങ്ങളിലെ സസ്യ ജന്തുജാല വൈവിധ്യം ലോകത്തെ